റിയാദിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിൻ്റെ മോചനം വൈകുന്നതിൽ കുടുംബത്തിന് വല്ലാത്ത ആശങ്കയുണ്ട്. പണം വാങ്ങി സൗദി ബാലിൻ്റെ കുടുംബം മാപ്പ് നൽകിയിട്ടും മോചനം വൈകുന്നതിൻ്റെ കാരണം കണ്ടെത്തണമെന്നാണ് സഹോദരൻ നസീർ ആവശ്യപ്പെടുന്നത്. അടുത്ത സിറ്റിംഗിൽ മോചന ഉത്തരവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെ അബ്ദുൾ റഹീം നിയമസഹായ സമിതി. റിയാദ് ക്രിമിനൽ കോടതി കേസ് പരിഗണിക്കുമ്പോൾ കുടുംബവും നാട്ടുകാരും ഉൾപ്പെടെ വലിയ പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 തവണയും ഉണ്ടായത് ഇത്തവണയും ആവർത്തിച്ചു. കേസ് പരിഗണിക്കാനായി മാറ്റി. പബ്ലിക് പ്രോസിക്യൂട്ടർ ചില രേഖകൾ ആവശ്യപ്പെട്ടു. ഇത് നൽകാൻ കഴിയാതെ വന്നതോടെയാണ് കേസ് മാറ്റിയതെന്ന് റഹീം നിയമസഹായ സമിതി പ്രതികരിച്ചു. കുറച്ച് പേപ്പറുകളുണ്ട്, അതുകൂടി ഹാജരാക്കി കഴിഞ്ഞാൽ മാത്രമേ അടുത്ത സിറ്റിംഗിൽ അത് ക്ലിയർ ആവും എന്നുള്ളത് തന്നെയാണ്. പ്രോസിക്യൂഷനിലുള്ള ഈ നടപടികൾ പൂർത്തിയാവുക എന്നുള്ളത് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അത് ഈ വരുന്ന അവരുടെ സിറ്റിംഗിൽ തന്നെ അത് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ട് മോചന ഉത്തരവ് വൈകുന്നു എന്നത് അന്വേഷിക്കണമെന്ന് സഹോദരൻ നസീർ 24-നോട് പറഞ്ഞു. കുടുംബം മാപ്പ് കൊടുത്തു, ക്യാഷ് കൊടുത്തതിന് ശേഷം മാപ്പ് കൊടുത്തു, കോടതി റദ്ദും ചെയ്തു. എന്നിട്ട് നീണ്ടു പോകുന്നത് എന്താണെന്നുള്ളത് ഒരു അന്വേഷണവുമായി അന്വേഷിക്കണം എന്നുള്ളതാണ് എൻ്റെ നമ്മളെ കുടുംബത്തിൻ്റെ ഒരു അഭിപ്രായം വരുന്നത്. പണം വാങ്ങി സൗദി ബാലന്റെ കുടുംബം മാപ്പ് നൽകിയിട്ടും മോചനം വൈകുന്നതിലാണ് കുടുംബത്തിന്റെ ആശങ്ക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും റഹീം നിയമസഹായ സമിതിയും വിഷയത്തിൽ ഇടപെടണമെന്നും റഹീമിന്റെ കുടുംബം ആവശ്യപ്പെട്ടു. 24 കോഴിക്കോട്. പ്രേക്ഷകരൊക്കെ തന്നെ വളരെ സങ്കടം പറയുന്നുണ്ട്. റഹീമിൻ്റെ മോചനം എന്താണ് ഉണ്ടാകാത്ത കാരണം ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹം ഏതാണ്ട് 45 കോടിയോളം രൂപ സംഭാവന നൽകിയതാണ്. ഈ കാര്യത്തിൽ യൂസഫ് MC പറയുന്നത് എസ്കെൻ അബ്ദുൾ റഹീമിൻ്റെ കേസ് എന്താണ് ഇങ്ങനെ നീണ്ടുപോകുന്നത്? നിയമപരമായ പ്രശ്നങ്ങളല്ലേ, നമുക്കതിലൊന്നും അഭിപ്രായം പറയാൻ പാടില്ല. എന്ന് മാത്രമല്ല എടുത്തിയാടി അഭിപ്രായം പറഞ്ഞ് മോചനം ഇനി നീട്ടിക്കൊണ്ട് പോകാനും പാടില്ല. അതുകൊണ്ട് നമുക്ക് അല്പം കൂടി എന്തെങ്കിലും വെയിറ്റ് ചെയ്യാം. കാര്യം 18 കൊല്ലമാണ് റഹീം വധശിക്ഷ കാത്ത് ഈ ജയിലിൽ കഴിഞ്ഞത്. 18 കൊല്ലം കാത്തിരുന്നവരില്ലേ, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം.